ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഉണ്ടല്ലോ ഞാൻ എൻ്റെ മുടിയിൽ കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പണികളുണ്ട് കേട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഹെയറിലൊന്ന് ഒന്ന് ഒന്നൊരു മിനുക്ക് പണിയുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെയാണ് ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഹസാലി കോസ്മെറ്റോളജി ക്ലിനിക് ആൻഡ് സലൂണിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് എൻ്റെ ഹെയർ ആദ്യം ഒരു 6 months ബിഫോർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് പോയിട്ടുണ്ടായിരുന്ന കടവന്ത്രയുള്ള ഇവരുടെ ഷോപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് എനിക്ക് എളുപ്പം കളമശ്ശേരിയുള്ള ഇവരുടെ ഹസാലി ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന കളമശ്ശേരിക്കാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഹെയർ കട്ട് മാത്രം ചെയ്യാമെന്നായിരുന്നു. അപ്പം ഞാൻ തലേ ദിവസം തന്നെ പിൻട്രസ്റ്റ് നോക്കി ഒരുപാട് മോഡൽസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഹെയർ വേണം, എനിക്ക് കുറച്ച് തിക്കായിട്ട് തോന്നണം, നല്ല ഉള്ളൊക്കെ തോന്നിച്ച രീതിയിൽ അങ്ങനെ വേണമെന്ന്. അപ്പം ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെദർ കട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഗെയിം ചേഞ്ചിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. അതായത് എൻ്റെ ഹെയറിലൊരു ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു ഫെദർ കട്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയിട്ട് ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടോ. സ്മൂത്തനിങ് ചെയ്തപ്പം ഹെയർ ഒരു വൃത്തിയും മെനയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മുടെ ഒറിജിനൽ ഹെയർ വരുമല്ലോ, അപ്പോൾ സ്പ്രിങ് ആയി തുടങ്ങി. അപ്പോൾ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഹെയർ കുറച്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഭയങ്കരമായിട്ട് മ്യൂസിക് പാട്ടിങ്ങനെ അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് എനിക്ക് നല്ല പേരിട്ട് ഗൈസ്. അങ്ങനെ എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്നോട് ആ പയ്യൻ പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുത്ത പിൻട്രസ്റ്റിൽ ലെയർ കട്ടാണെന്ന് അവൻ പറഞ്ഞു. അപ്പം ലെയർ കട്ട് ഞാൻ കാണിച്ചു കൊടുത്ത. അപ്പം ആ കുട്ടി പറഞ്ഞു മൾട്ടി ലെയർ എനിക്ക് നന്നായി സ്യൂട്ടാവും പറഞ്ഞു. അപ്പം ഞാൻ ശരിയാണെന്ന് മൾട്ടി ലെയർ ആയിക്കോട്ടെ പറഞ്ഞിട്ട് മൾട്ടി ലെയർ ആക്കിയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടിൽ എനിക്കിങ്ങനെ ബട്ടർഫ്ലൈ കെട്ടിലെ ഇതുപോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു തന്നു കേട്ടോ. പിന്നെ എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, കാരണം എങ്ങാനും കോളായി കഴിഞ്ഞാൽ അമ്മേൻ്റെ അച്ഛൻ്റെ നിന്ന് കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. അപ്പോൾ നാളെയാണെങ്കിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നോക്കാണ്ട് ചീത്ത കേട്ട് കഴിഞ്ഞാൽ നാറുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. എന്തായാലും ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങുന്ന ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഏത് കളർ അടിക്കണം, എൻ്റെ സ്കിൻ ടോണിന് പറ്റി ഞാൻ കുറേ പിൻട്രസ്റ്റിൽ നോക്കി. ഹെയർ കളർ, ബ്രൗൺ സ്കിൻ ടോണിന് പറ്റി, ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഹെയർ കളർ, അങ്ങനത്തെ കുറേ നോക്കി. പക്ഷേ ഒന്നും അറിയുന്നില്ല. അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇന്ന കളറ് നല്ല രസമുണ്ടായിരിക്കും, ഇത് ഡാർക്കായിരിക്കും, ഇത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സജസ്റ്റ് ചെയ്തായിരുന്നു ഈ കാരമൽ ഷെയ്ഡ്. അങ്ങനെ ഞാൻ ആ ഒരു കളറായിട്ട് അടിച്ചത്. അപ്പോൾ വാഷ് ചെയ്ത് വന്നപ്പോൾ ഹെയർ കണ്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി, ദൈവമേ പണി പാളിയോ എന്നായിരുന്നു കേട്ടോ. ബട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഇടുന്നതിനേക്കാളും സ്റ്റൈല് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും നമ്മൾ അടിയിൽ കേൾ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വൈ നോട്ട്, ചെയ്തോട്ടെ, നമുക്ക് കിട്ടിയ അവസരം ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റിയത്, അപ്പോൾ എല്ലാ ഇതിലും സെറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ആ ചേട്ടൻ ഹെയറൊക്കെ കേൾ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു. അതിനുശേഷം അവർ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടും ഇവർ തന്നെ, ഹസാലിയുടെ ടീംസ് തന്നെ നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് തന്നെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചേഞ്ച് എൻ്റെ ഫേസിൽ ഈ ഒരു ഹെയർ കട്ടും ഹെയർ കളറും ചെയ്തപ്പോൾ തോന്നി. സത്യം പറഞ്ഞാൽ ഇത് ഇന്നൊരു ദിവസം മാത്രം ഇങ്ങനെ, ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വരിപ്പിളകും. പക്ഷേ ഈ ഒരു സെറ്റിങ് ഇതൊക്കെ പാപ്പര വയ്ക്കും. പക്ഷേ എന്താ പറയുക, ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ കാണുമ്പോഴല്ലോ, നമ്മളെ തന്നെ കാണുമ്പോൾ ഭയങ്കര ചേഞ്ച് തോന്നും, നല്ല ഇഷ്ടം തോന്നും കേട്ടോ. അങ്ങനെ എന്നെക്കൊണ്ട് അവർ കുറേ ഇങ്ങനെയൊക്കെ വരുന്നു സ്റ്റൈൽ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ കാണുമ്പോൾ നമ്മളെ തന്നെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ മുഴുകി നിൽക്കുകയാണ് ഞാൻ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു.
അങ്ങനെ കുറേ നേരം ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ ഇടിപ്പിച്ചതായിരുന്നു വേറെ ആളെ കൊണ്ട്, അവരും വേറെ ഫോണിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ രണ്ട് സൈഡിലേക്കും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു എവിടെ നോക്കണം എന്ന്. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെയും ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ അവിടെ ഭയങ്കര മ്യൂസിക്കാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ അത് എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും റിയാക്ഷൻസ് നമുക്ക് നോക്കാം. എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയുന്നത്, നന്നായി ചീത്തയാക്കും. പക്ഷേ എനിക്ക് ഹെയർ കളർ ചെയ്ത് കണ്ടപ്പോൾ തന്നെ ബോറില്ലാന്ന് തോന്നി. അപ്പം തന്നെ എനിക്ക് സമാധാനം. പിന്നെ ഇവർ ഈ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ, നല്ല രസമുണ്ട്. പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ഫോട്ടോ എടുക്കാം. ഭയങ്കര ക്ലാരിറ്റിയും ഭയങ്കര സെറ്റപ്പും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ മാക്സിൽ വന്നു കേട്ടോ. മാക്സിൽ വന്നിട്ട് നമുക്കൊരു ഡ്രസ്സ് എടുക്കേണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ചെരുപ്പ് വേണമായിരുന്നു, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലോക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും പോവില്ല. അപ്പം ചുരിദാറാണ് ഞാൻ നാളെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ ചെരുപ്പ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ചെരുപ്പ് ഇട്ടല്ലോ, ആ മൂലയിൽ കിടന്ന് ആടി കളിക്കുന്ന ആ ചെരുപ്പ്, അത് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അഭിരാമി വന്ന് ഫുഡ് കഴിക്കാൻ കയറി. സോ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അഭിരാമി വന്നിട്ട് എൻ്റെ മുഖം നല്ല ടാൻ അടിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അഭിരാമി വന്നിട്ട് ഫുഡ് ഓൾറെഡി കഴിച്ചിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാം. നല്ല ടാൻ അടിച്ചിട്ടുണ്ട് മുഖം, ഇതൊന്ന് ശരിയാക്കാം. അപ്പോൾ നമ്മൾ രാവിലെ 10 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഹെയർ കട്ട് ചെയ്യലും അതുപോലെ തന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം 5-5:30 മണിയായിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മസാല ദോശയും ഒരു പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി സെറ്റായിട്ടൊരു പിടി പിടിച്ചേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ